ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ ഡേ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. എൻ്റെ ചാനലിൻ്റെ ലിങ്ക്, ചാനലിൻ്റെ ഹാൻഡിൽ സ്ക്രീനിലുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്നെ ഫോളോ ചെയ്യാം. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. കുറേ വീഡിയോസ് ഉണ്ടാവും. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് 7 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഫുൾ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 4 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിലാണ് 7 ഓഫ് wands. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ടെമ്പറൻസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം. അപ്പോൾ ഏരീസ്, ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, അപ്പോൾ 7 ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ചോയ്സസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. ലവ് റിലേഷൻഷിപ്സിൽ വേറെ ചോയ്സസ് ഉണ്ട്. നിങ്ങൾ ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങൾക്ക് അറിയില്ല ഇവിടെ എന്താ ഫ്യൂച്ചർ ഉള്ളതെന്ന്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഫൂളാണ്. ഇത് ആക്ച്വലി അക്വേറിയസ് എനർജിയാണ്, പക്ഷേ ഏരീസ് എനർജിയും ആവാം. അപ്പോൾ ഇത് ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു കെയർ ഫ്രീ ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ പേഴ്സൻ്റെ. ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ അവർ സീരിയസ് ആയിട്ടില്ല. അവർ ഈ റിലേഷൻഷിപ്പിനെ ഒരു കാഷ്വൽ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരും അവരുടെ ഓപ്ഷൻസ് ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചാണ് പറഞ്ഞാൽ. അവർ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ തയ്യാറാണ്, അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഇവിടെ. പക്ഷേ ഈ സമയത്ത്, ഈ പെർട്ടിക്കുലർ സമയത്ത് പറഞ്ഞാൽ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല ഇതുവരെ. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാച്ചാലും ഈ സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ 4 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ കാണാണ്ട്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യാം നമ്മൾക്ക്. 7 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? കിങ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്.
ഓക്കെ, ഈ പേഴ്സൺ ആക്ച്വലി ഒരു സ്കോർപ്പിയോ പേഴ്സൺ ആവാം. ഇവിടെ ഒരു ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയും കാണാണ്ട്. ഇതൊരു ലീബ്ര എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ, ഇപ്പോൾ ഇത് നിങ്ങളാവാം, അതല്ല നിങ്ങളുടെ പേഴ്സൺ ആവാം, നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സണിന് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. പക്ഷേ മറ്റേ പേഴ്സൺ അത്ര കമ്മിറ്റഡ് അല്ല. പറഞ്ഞാൽ അവർ ഇത് മുമ്പ് തന്നെ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അതല്ല ഈ സമയത്ത് ഇതായിരിക്കും ഏറ്റവും വലിയ ഇഷ്യൂ നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബ്രേക്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിനെ കുറച്ച് ഫ്യൂച്ചറുടെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണം, മറ്റേ പേഴ്സൺ അത്ര റെഡി അല്ലാത്തൊരു എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഫൂളാണ്. ഇതെന്താണ് ഇവിടെ കാണുന്നത്? ഈ ഫൂൾ എനർജി എന്താണ്? ഫൂൾ എനർജി നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പേഴ്സൻ്റെ എനർജിയിൽ കുറച്ചൊരു നെഗറ്റീവ് എനർജീസും ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ ഇഷ്യൂവിനെ കുറിച്ച് കുറേ ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, കുറേ വഴക്കുണ്ടായിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ആൾക്കാരും ഈ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷനിലും കുറേ വഴക്കുണ്ടാവുന്നുണ്ട്. അതും കുറച്ചൊരു ഈ സിറ്റുവേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പറഞ്ഞാൽ ഈ പ്രോബ്ലം കൂടുതൽ ക്രിയേറ്റ് ചെയ്യണത് ഈ കാര്യവുമാണ്. നിങ്ങൾ രണ്ടാൾക്കും കുറേ കാര്യത്തിൽ ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല. അപ്പോൾ 4 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു 4 ഓഫ് സോഡ്സിൻ്റെ സിറ്റുവേഷനാണ്. ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻ്റ് എനർജി ഉണ്ട്. 10 ഓഫ് സോഡ്സ് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. ആക്ച്വലി ഒരു ബിട്രയൽ മാതിരി ഒരു ഫീലിംഗ് നിങ്ങൾ രണ്ടാൾക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് അത്ര എഫേർട്ട് ഇടില്ല. എന്ന് വെച്ചാൽ രണ്ടാളും ടയേർഡാണ്. ഈ സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷനും കാണാൻ പറ്റില്ല. സൺ ഇവിടെ ലിയോ എനർജി. അപ്പോൾ സണ്ണിൻ്റെ എനർജി ക്ലാരിറ്റിയുടെ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും എന്തായാലും കണക്ഷനിലല്ല, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ രണ്ടാൾക്കും ക്ലാരിറ്റി കിട്ടണ വേറെ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു നോ കോണ്ടാക്റ്റിലാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണെ കുറച്ച് ഷുവർ അല്ല ഇപ്പോൾ. എന്താ വെച്ചാൽ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് വർക്കൗട്ട് ആവുമെന്ന്, പിന്നെ ചില സമയത്ത് ഇത് ശരിയാവില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് വേറെ ചോയ്സസും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ലവ് സിറ്റുവേഷനിൽ തന്നെ വേറെ ആൾക്കാരുണ്ട്, വേറെ ചോയ്സസ് ഉണ്ട്. അപ്പോൾ അതും ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കത്. ഈ പേഴ്സൻ്റെ കൂടെ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഫ്യൂച്ചർ ഇല്ലാച്ചാൽ ഞാൻ വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങണോ, വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങണോ? ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട് അതിനെക്കുറിച്ച്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒരു പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കൺക്ലൂഷൻ ഇല്ല, ഒരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ കുറേ സ്ട്രെസ്ഡാണ്. ഈ പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ഈ ഫൈറ്റ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങളും ഹാപ്പി അല്ല. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർക്ക് ഈ ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്തിട്ട് കുറച്ചൊരു സ്റ്റെബിലിറ്റി വേണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഈ സിറ്റുവേഷനിൽ ഒരു പീസ്ഫുൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. പറഞ്ഞാൽ അവർക്ക് ഈ പ്രോബ്ലംനെ സോൾവ് ചെയ്യണം എന്നുണ്ട്, ഹീൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ സാജിറ്റേറിയസ് എനർജി ഉണ്ട്. അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്, ഓറൽസ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം, ഒരു റൊമാൻറ്റിക് എനർജി ഉണ്ടാവണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവർക്ക് കുറേ ഒരു സ്റ്റാഗ്നേഷനും ഫീൽ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എന്താ ഫ്യൂച്ചർ ഉള്ളതെന്ന് അവർക്കും അറിയില്ല. നിങ്ങളുടെ
ഇൻറ്റൻഷൻ ഇവിടെ 7 ഓഫ് വോൺസ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് നിങ്ങളുടെയും ആഗ്രഹം. ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ബ്ലോക്ക് ഉണ്ട് വെച്ചാൽ അതിനൊക്കെ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഇവിടെ ജസ്റ്റിസ് ഒരു ഫെയർനെസ്സും ബാലൻസിൻ്റെ എനർജിയാണ്, പക്ഷേ മാരേജിൻ്റെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്കും ഒരു റീകൺസിലിയേഷൻ വേണം എന്നാണ് ഈ പേഴ്സൻ്റെ കൂടെ. ഇപ്പോൾ ഇവരുടെ ആക്ഷൻ ഞാൻ കാണുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ സിറ്റുവേഷനിൽ ഒരു എല്ലാം ശരിയാവണം എന്ന് ഹോപ്പ് ചെയ്യണു അവർ. അപ്പോൾ എല്ലാം ശരിയാവും എന്ന് അവർ ഹോപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യണത്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം. അതുമാതിരി അവർ ചിലപ്പോൾ ആക്ഷനും എടുക്കും. പക്ഷെ അവർ നിങ്ങളുടെ ആക്ഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, അതിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഈ നിങ്ങളുടെ ആക്ഷനാണ്. അപ്പോൾ നിങ്ങളും ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം എടുക്കും. എന്നുവെച്ചാൽ ഈ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൂടിയും ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയിൽ വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇവിടെ റീകൺസിലിയേഷൻ 2 സൈഡിൽ നിന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു റീകൺസിലിയേഷനിലേക്കാണ് പോണത്. ഇവിടെ ഔട്ട്കം ആണ് ഡെവിൽ. ഓക്കെ, പക്ഷേ ഔട്ട്കം ഒരു അത്ര പോസിറ്റീവ് ഔട്ട്കം അല്ല. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ റീകൺസൈൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഇഷ്യൂസൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണു. ഇഷ്യൂസിനെ നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ, ഒരു അൺഹെൽതി പാറ്റേൺ ആണ് ഞാൻ കാണുന്നത്. പേജ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ്റെ ഫീലിങ്ങും ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഈ സൈക്കിൾ മുമ്പും നടന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ സെയിം പ്രോസസ്സ് മുമ്പും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ബ്രേക്കപ്പ് ചെയ്തിട്ട് ആദ്യം റീകൺസൈൽ ചെയ്യണു, ആദ്യം ബ്രേക്കപ്പ് ചെയ്യണു, ആദ്യം റീകൺസൈൽ ചെയ്യണു. അപ്പോൾ ഇത് ഈ സൈക്കിൾ നിങ്ങൾ കുറേ ആയി ഇങ്ങനെ ചുട്ടണു ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് വരാൻ പോകുന്നുണ്ട്. സം പോയിന്റ്, ഒരു പോയിന്റിൽ നിങ്ങൾ രണ്ടാളും ഈ സെയിം റിപ്പീറ്റഡ് സൈക്കിളിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു എനർജി വരും. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് അത്രയും ടോക്സിക് ആവും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലമിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അത് രണ്ടാളും ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ചിട്ട് ഇല്ലാച്ച ഒരു തേർഡ് പാർട്ടി പറഞ്ഞ ഒരു കൗൺസിലർ ഇല്ലാച്ച ഒരു ഫ്രണ്ട്, കോമൺ ഫ്രണ്ട്, അവരുടെ ത്രൂ വേണം വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു സീരിയസ് ആയിട്ട് ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. എന്നുവെച്ചാൽ അതർവൈസ് ഇവിടെ ഇതന്നെ ആദ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ ബ്രേക്കപ്പും റീകൺസിലിയേഷനും ബ്രേക്കപ്പും അത് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു പോയിന്റ് വരെ അത് ഓക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ രണ്ടാളും ഇതിനെ എൻഡ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഇവിടെ തൽക്കാലം ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ ഫ്യൂച്ചറിൽ ഇത് ഒരു ഹെൽത്തി പാറ്റേൺ അല്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്? ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ ഇവിടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് യൂണിവേഴ്സ്. അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ മെസ്സേജുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏരീസ്. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, അക്വേറിയസ് ഉണ്ട്, ജെമിനായി ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.